പൂഞ്ഞാർ പഞ്ചായത്തിലൂടെ UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യൻ തന്റെ പര്യടനം തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് കരുതുന്നു. നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് ഇത്തവണ ഒന്നാമതെത്തുക? എന്താണ് അതിന്റെ ഒരു തന്ത്രം? കോൺഗ്രസ് ഒന്നാമതെത്തുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണി ഒന്നാമതെത്തുന്നത് ഓരോ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ കാലാവസ്ഥ പൂർണ്ണമായി വ്യത്യസ്തമാണ്. അതിന്റെ കാരണം ഈ നിയോജക മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 16,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. ഇതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് 9 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 7 പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. അത് തന്നെ അറിയാം. അത് തന്നെ അറിയാം നമുക്ക് ഐക്യ ജനാധിപത്യത്തിന്റെ കോട്ടയാണ് എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ് അത്രയും പുറകിൽ പോയത്. താങ്കള് മൂന്നാമത് പോകുമെന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നത്. താങ്കൾ മൂന്നാമതാകും. അത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ സ്വപ്നമാണ്. ഈ മണ്ണിൽ പൂഞ്ഞാറിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. മാത്രമല്ല, ചെറുപ്പകാലം തൊട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ കൂട്ട് ആശയമില്ലാതെ ആശയത്തിന് വേണ്ടി കാലുമാറി കളിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളല്ല ഞാൻ. അതുകൊണ്ട് കൃത്യമായി ജനം എന്നെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യും. ഈ വേറൊരു ചോദ്യം, ഈ സജി തലപ്പലം എങ്ങനെയാണ് MJ സെബാസ്റ്റ്യനായത്? കാരണം അദ്ദേഹത്തിന്റെ പേരും സെബാസ്റ്റ്യനാണ്. അതേ പേര് കൊണ്ടുവന്ന് ഒരു മത്സരത്തിന് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എങ്ങനെയാ പേര് മാറുന്നത്? അയാളുടെ മത്സരത്തിന് കൊണ്ടുവന്ന് അതിൽ മറ്റേതൊരു ഇതൊന്നും ഇല്ല. താങ്കളെ സജി തലപ്പലം എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നാട്ടിൽ വിളിക്കുന്ന പേര് സജിയാന്നുള്ളത്. ഈ PC ജോർജിന്റെ ഒരു സ്ഥാനം എന്തായിരിക്കും? അദ്ദേഹം മുൻ MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം 3-മോ 4-മോ ആയിരിക്കും. എന്തായാലും എത്ര ഭൂരിപക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നത്? 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒരു കാരണവശാലും യാതൊരു മാറ്റവും വരികയില്ല. അത് നിങ്ങൾ ഈ വോട്ട് എണ്ണി കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു. എന്തായാലും അതാണ് MJ സെബാസ്റ്റ്യന്റെ പ്രതീക്ഷ. ഇത്തവണ പൂഞ്ഞാർ തിരിച്ചു പിടിക്കും. 15,000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.